ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് ഫൈം ബ്രോ? കാണാറില്ലല്ലോ. ഉറക്കം പകല്. ഞാൻ രാത്രി ലൈവിൽ കയറി. ഓക്കെ ഓക്കെ. ഓൾറെഡി ആ ട്രേഡ് ഇപ്പോൾ കറന്റ് ഒരു ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തുണ്ടായിരുന്നോ? ടെലഗ്രാമിലെ ഒരു സിഗ്നൽ ഇട്ടായിരുന്നു. രണ്ട് ട്രേഡ്സ് ഉണ്ട്. ഞാൻ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവല്. ഹലോ സാലിബായ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. യെസ് യെസ്. നമ്മളെ കമ്മ്യൂണിറ്റിയിലെ മറ്റേ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒരു സെല്ലിട്ട് എന്തുകൊണ്ട് അത്ര ലോങ് ആയിട്ടുള്ള ഒരു സെല്ല് പ്രൊവൈഡ് ചെയ്യാൻ കാരണം? ലൈക്ക് ചെറിയ ഇത് ടിപിയും വലിയ സെല്ല് വരുന്നല്ലോ. ഏതിലാണ് ഇതിന്റെയാണ്? നമ്മളെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒരു ഗോൾഡിന്റെ ഒരു സെല്ല് ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു സെല്ലിന്റെ ഗോൾഡിന്റെ ഒരു ട്രേഡ് പറഞ്ഞിരുന്നല്ലോ. അതൊരു സോൺ ബേസ്ഡ് ആണ്. ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് ആഹാ. ആ ഒരു സോണിൽ എപ്പോഴാണെങ്കിലും അവിടെ കുറെ ലിക്വിഡിറ്റികൾ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഏത് ലിക്വിഡിറ്റി വേണമെങ്കിലും സ്വീപ്പ് ചെയ്താലോ എന്ന് വെച്ചിട്ടാണ് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട്. പിന്നെ നേരെ 1:1 1:2 കവർ ചെയ്യുമ്പോൾ നേരെ സ്റ്റോപ്പ് ലോസ് ഇറക്കി വെക്കുക. ഓക്കെ, അതാണ് എന്റെ സ്ട്രാറ്റജി അല്ലേ? അവിടെ ആ സമയം അവിടെ കുറച്ച് ലിക്വിഡിറ്റികൾ കിടപ്പുണ്ടായിരുന്നു, അതായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും. ശരി. ഓക്കെ. അതേപോലെ തന്നെ യു എസ് ഡി കാർഡും ആ ഒരു സോൺ ഇപ്പോൾ ഓൾമോസ്റ്റ് 1:1 അവിടെ ടാപ്പ് ചെയ്തു. ഈ ട്രേഡ് ഇപ്പോഴും ഹോൾഡിംഗ് ആണ്. 1:1 പാർഷ്യൽ അടിച്ച് പിന്നെ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഒന്നാമത് ലണ്ടൻ സെഷൻ ആണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെഷൻസ് ആണ് ഇത് ലണ്ടനിൽ. മാക്സിമം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ന്യൂയോർക്ക് ഓപ്പൺ ആകുമ്പോൾ ആ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് മൂവ് ചെയ്യും. അപ്പോൾ ഈ ലണ്ടൻ സെഷനിലൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കൽ കുറച്ച് അടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പെട്ടെന്ന്. മനസ്സിലായി. ഓക്കെ. ബ്രീത്തിങ് സ്പേസ് വെക്കണം. ഓക്കെ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ലെവലിൽ വന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ഒരു സ്കാൽപ്പ് പ്ലാൻ ചെയ്തു. ആ ഒരു സ്കാൽപ്പ് നമുക്ക് ആ ഒരു $9 SL വന്നു, ചെറിയ ലോട്ട് സൈസ് തന്നെ. പക്ഷേ ഈ ഒരു സോണിൽ നിന്ന് കറക്റ്റ് 5 മിനിറ്റിൽ ഒരു മൊമെന്റം വന്ന് ആർക്കെങ്കിലും കുറെ പേര് ഇറങ്ങിയിരുന്നല്ലോ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം സപ്ലൈ സോണിൽ ആദ്യം വന്നു, അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് രണ്ടാമത് വന്നിട്ട് ക്ലിയർ മൊമെന്റം തന്നിട്ടാണ് ഈ ബ്യൂട്ടിഫുൾ ഫോളോ കിട്ടി. 0.02 ഒക്കെ വെച്ചിട്ട് നല്ല പടപടച്ചിട്ടില്ല. 100 150 200 ഒക്കെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട്. നൈസ്. അപ്പോൾ ഇന്നിനി ഗോൾഡിന്റെ മെയിൻ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ലെവൽസ് ഇപ്പോൾ ഈ ട്രേഡ്സ് ഒക്കെ പുഷ് ചെയ്തത് ഈ ഒരു ചെറിയൊരു ചാനലും അതേപോലെ തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നുള്ള റിജക്ഷന്റെ മൂവ്മെന്റിലാണ് ഈ ഒരു ചെറിയ ആ ട്രേഡ് പ്ലാൻ ചെയ്തത്. പക്ഷെ മേജറായിട്ട് നമുക്ക് ഇതൊക്കെ ചെറിയ ലോട്ട് സൈസിൽ അടിക്കുന്ന ഗെയിമുകളാണ്. മേജറായിട്ട് ഇന്നിനി കളിക്കാൻ പറ്റുന്നത് ഇന്നലെ ആ സെയിം ലെവലിൽ വന്നു, ബ്രേക്ക് ഔട്ട് വന്നു, അതിനുശേഷം അത് റീടെസ്റ്റ് ചെയ്ത് അവിടെ ഒരു ക്ലിയർ മൊമെന്റം തന്ന് മാർക്കറ്റ് പുഷ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സെയിം സപ്ലൈ ആ ഒരു സപ്ലൈന് ഞാൻ ഒന്നും കൂടിയും റേഞ്ച് വലുതാക്കിയിട്ടുണ്ട്. അതായത് ഒരു 4584 64 ഒരു $20 സപ്ലൈ ആണത്. അതിന്റെ റീസൺ ഓർഡർ ബ്ലോക്കും പ്ലസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടിയും ആഡ് ചെയ്തിട്ടാണ് ആ ഒരു സോൺ മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. അതും ആ ഒരു സോണിലേക്കുള്ള ലിക്വിഡിറ്റികളും ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നല്ലെങ്കിൽ പ്രൈസ് ഈ ഒരു ഇന്നലത്തെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ലെങ്കിൽ ആ ചെറിയ ലെവലിൽ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്തിറങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ മേജർ ലെവലിൽ വന്നിട്ട് പുഷ് ചെയ്യും. അപ്പോൾ ചെറിയ ലെവലിൽ നിന്ന് പുഷ് ചെയ്താലാന്ന് വെച്ചിട്ടാണ് ആ ഒരു ട്രേഡ് നേരത്തെ നമ്മൾ പ്ലേസ് ചെയ്തത്. ആ ട്രേഡ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ സേഫ് ആണ്. ഇനി ഇനി നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇനിയും ഈ ഒരു ലിക്വിഡിറ്റീനെ ഗ്രാബ് ചെയ്ത് ഈ ഒരു പ്രൈസ് ഈ ഒരു സോണിലേക്ക് വന്ന് ഇവിടെ ഒരു മൊമെന്റം വരാണെങ്കിൽ അത് ഇന്നലത്തെ പോലെ തന്നെ നല്ല രീതിയിലുള്ള അത്രയും സ്പീഡ് ഇല്ലെങ്കിലും പറയാൻ പറ്റില്ല, സ്പീഡിന്റെ ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഈ ഒരു സപ്ലൈയിൽ ഇനി ഒരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു 64 74 84 എന്നുള്ള സോണിൽ പ്രൈസ് വരാണെങ്കിൽ ആ മൊമെന്റവും വർക്കൗട്ട് ആവാനുള്ള ചാൻസ് നല്ല രീതിയിൽ കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ കറന്റ് ആ ഗോൾഡിന്റെ ട്രേഡ് ഉള്ളവരൊക്കെ പാർഷ്യലൊക്കെ എടുത്തിട്ട് ട്രേഡ് സേഫ് ആയിട്ട് വെക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഒരു ട്രെൻഡ് ലൈനിന്റെ ചാനൽ പ്ലസ് പ്രീവിയസ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ റിയാക്ഷൻ ആണ്. ഈ ഒരു റിയാക്ഷൻ ഇനി വേണമെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പ്രൈസ് പോകാനും ചാൻസസ് ഉണ്ട്. പുതിയ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടണം. അത് ഇതുവരെ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടില്ല. ഈ ഒരു ട്രേഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും വേണമെങ്കിൽ ബ്രേക്ക് ഇവൻ ആക്കി സ്റ്റോപ്പ് ലോസ് നല്ല രീതിയിൽ കുറച്ച് ബ്രേക്ക് ഇവൻ ആയിട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ USDCHF ഓൾറെഡി ഇവിടെ പാർഷ്യൽ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ടില്ല. ബാക്കി സേഫ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു 1:1 TP നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു ട്രേഡ് ഇവിടുന്ന് റിവേഴ്സലായി USL അടിച്ച് കഴിഞ്ഞാലും 0 ലോസിൽ നിന്നായിരിക്കും നമ്മൾ എക്സിറ്റ് ആയി മാറും. അതാണ് ആ പാർഷ്യൽ ബുക്കിന്റെ ഇമ്പോർട്ടൻസ്. ഏത് ട്രേഡും നിങ്ങൾ പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞാലും പാർഷ്യൽ ബുക്ക് ചെയ്യുക. പാർഷ്യൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ട്രേഡ് സേഫ് ആയി.
ഓക്കെ, മേജർ ആയിട്ടുള്ള സപ്ലൈക്ക് ഇപ്പോഴും ഗോൾഡ് എത്തിയിട്ടില്ല. ഇവിടെ ഇതൊരു സിങ് ഹൈ ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്യണം കണ്ടു കഴിഞ്ഞാലും കൺഫേം ആയിട്ട് ഇറങ്ങാം. ഈ സോണിന്റെ ഉള്ളിലെ മൊമെന്റം ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ലിക്വിഡിറ്റിയും കൂടി എടുത്ത് ഇവിടുത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും ടാപ്പ് ചെയ്ത് പ്രീവിയസ് ആയിട്ട് സെല്ലേഴ്സ് കയറിയ ഏരിയയും കൂടിയാണ്. സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ കിട്ടണ. ഒരു എൻഗുൾഫിങ്ങോ ഒരു എഫ്എക്സിയോ അല്ലെങ്കിൽ ലോങ് വിക്കുള്ള ഒരു പിൻപാറ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 1 അവറിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ലെറ്റ്സ് വെയിറ്റ്. ഹോൾഡ് ചെയ്യണവരൊക്കെ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പാർഷ്യൽ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം. ഡെയിലിയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇൻസൈഡ് ക്യാൻഡിലായിട്ടാണ് ഓപ്പൺ ആയത്. രണ്ട് മുകളിലേക്ക് പ്രൈസ് പോയി അവിടെ നിന്ന് ഓർഡർ ഒക്കെ എടുത്ത് പതിയെ 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 താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസിന്റെ ഓവറോൾ ഡയറക്ഷൻ ബിയറിഷ് തന്നെയാണ്, ഇന്നും ബിയറിഷ് മോഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ എൻട്രി നമുക്ക് ലെവൽസ് നോക്കിയിട്ട് പുതിയ എൻട്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. STCHF യൂറോ USDക്ക് ഒരു ചെറിയൊരു സ്കാൽപ്പിങ്ങിന്റെ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്, പക്ഷേ പ്രൈസ് അങ്ങോട്ട് എത്തണില്ല, ഇതുവരെ എത്തിയിട്ടില്ല. RSI ഓക്കെ. 1 അവറിൽ യൂറോ USD സൈഡ് വൈസ് ആയിട്ട് കണ്ട ഈക്വൽ മുകളിൽ റിജക്ഷൻ താഴെ റിജക്ഷൻ ഒക്കെ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെ റിജക്ഷൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തൊട്ട് മുമ്പ് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഒരു BOS തന്നിട്ടുണ്ട്. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഒരു ഓർഡർ ബ്ലോക്കിന്റെ തൊട്ട് മുമ്പാണ് ഈ ഒരു ലിക്വിഡിറ്റി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള പ്രോബബിലിറ്റി പ്രൈസ് ഈ ഒരു സോണിൽ വന്ന് ഇവിടുന്ന് ചെറിയൊരു ബിയേഴ്സിനെ സ്പോട്ട് ചെയ്താൽ തന്നെ നമുക്ക് അവിടെ അത്യാവശ്യം ലോക്ക് സൈസിൽ തന്നെ നമുക്ക് ആ ഒരു സെല്ല് പ്ലാൻ ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഉള്ളിൽ നമുക്കൊരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായാലും പുഷ് ചെയ്ത് താഴത്തേക്ക് എന്തായാലും വരാനുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. ഇപ്പോൾ ഡെയിലിയിലായാലും നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്രീവിയസ് ഡേ ക്ലോസ് ആയിക്കണേ. വീക്കിലിയിലും ബിയറിഷ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കണേ. ഓക്കെ, 1 അവറിൽ നമുക്ക് ഡിസിഷൻ ഒന്നും പറയാനായിട്ടില്ല. ജസ്റ്റ് ആ ലണ്ടൻ സെഷന്റെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലിക്വിഡിറ്റി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലി ഹായ്. അലി സാർ ഹായ്. എന്താണ് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനാണോ മെസ്സേജ് അയച്ചേ? യൂറോ യു എസ് ഡി ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഏരിയയിൽ എന്തായാലും ഒരു സാലിഭായ് അത് ഇതില്ലല്ലോ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാത്ത ഓർഡർ ബ്ലോക്ക് അല്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പ് അത് ഡയറക്റ്റ് എൻട്രി ഇല്ല അവിടെ. ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കണേ. ആകെയുള്ള ഇവിടെ അഡ്വാൻറ്റേജ് നമുക്ക് അതാണ് ഞാൻ മൊമെന്റം നോക്കണമെന്ന് കൺഫേം പറയാൻ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഒറ്റ ലിമിറ്റ് ഡയറക്റ്റ് ഇട്ട് വെക്കായിരുന്നു. പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ മുകളിൽ ഈക്വലൈസും അതേപോലെ തന്നെ ആ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡിറ്റിയും ഫണ്ട് ചെയ്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ താഴേക്ക് പുഷ് കിട്ടാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂറോ USD പക്കാ സൈഡ് വൈസ് ആയിട്ടാണ് 1 അവറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. USD ഏത് ഈ സോണിലാണ്? ഓക്കെ, ലിമിറ്റ് ഓക്കെ മൊമെന്റം കിട്ടി കഴിഞ്ഞാല് ഇപ്പൊ ലിമിറ്റ് ഇടുമ്പോൾ ചെറിയ ലോക്കേഴ്സ് എന്തായിരുന്നു കിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ് ലിമിറ്റ് ഇടുമ്പോൾ ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഫെയർ, അതായത് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടിയിട്ടല്ല ഈ ഒരു പുഷ് വന്നേക്കണേ. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ലിമിറ്റ് ഇടുമ്പോൾ ലോക്കേഴ്സ് കുറച്ച് തന്നെ ഇടാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ആ ഒരു ലിമിറ്റ് എക്സിക്യൂട്ട് ആയിട്ട് അവിടെ ഒരു ബിയറിഷിന്റെ ഒരു മൊമെന്റും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോട്ട് സൈസ് കുറച്ചും കൂടി കൂട്ടാം. ലിമിറ്റ് ഇട്ട് വരികയാണെങ്കിൽ ഒന്നും കൂടി ആഡ് ചെയ്യാം ക്വാണ്ടിറ്റി. എല്ലാ ടൈം ഫ്രെയിമും നമുക്ക് ഓക്കെ ആണ്. AUDCHFല് AUDCHF 4 അവർ നമുക്ക് സൈഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈക്വൽ ഹൈസിന്റെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഈ ഒരു ലെവലിൽ നമുക്കൊരു ബിയറിഷിന്റെ പുഷ് എക്സ്പെക്ട് ചെയ്യാം. ഡയറക്റ്റ് എൻട്രി അല്ല അത്. അങ്ങനെ ലെവൽ പറയാൻ കാരണം തന്നെ ആ ഒരു 4 അവർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 അവറിൽ
ഈ ക്യാൻഡിലിന്റെ ഓപ്പൺ, അടുത്ത ക്യാൻഡിലിന്റെ ക്ലോസ് അവിടെ തന്നെ, വീണ്ടും അടുത്ത ക്യാൻഡിലിന്റെ ഓപ്പൺ അവിടെ തന്നെ, എന്നിട്ട് വീണ്ടും ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു പുഷ് താഴേക്ക് വരാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. താഴേക്ക് ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് സേഫ് ആണ്. സ്ട്രക്ചർ താഴേക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തേക്കണം. ലോവറിലാണ് തന്നേക്കണം. മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ താഴേക്ക് അത് നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടിയാണ് പൊട്ടിച്ചേക്കണം. ഇത് നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. ഓവറോൾ ഡയറക്ഷൻ ഡെയിലിയില് ഡെയിലിയില് ബീറിഷ് എൻഗുൾഫിംഗ് ആണ് കഴിഞ്ഞേക്കണേ, കണ്ടിന്യൂവേഷൻ. ഈ ഒരു ക്യാൻഡിലിന് യെസ്, ഈ ഒരു ക്യാൻഡിലിന് ഇത് നൈസായിട്ട് കവർ ചെയ്തു, ഹൈനെ സ്വീപ്പ് ചെയ്തു, ലോഡ് താഴെ വന്ന് ക്ലോസ് ചെയ്തു, എന്നിട്ട് പ്രൈസ് മുകളിലേക്ക് വന്ന് പതുക്കെ റിജക്ഷൻ എടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം, ഇപ്പൊ നമുക്ക് കറന്റ് ഈ ഒരു പെയറിൽ ഇവിടെ ഒരു മൊമെന്റം നോക്കാം. ഇവിടെ ഒരു റിവേഴ്സൽ, ഈ ഒരു AUDCHFന് ഇവിടെ ഒരു റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു 15 മിനിറ്റിൽ നമുക്കൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് സെൽ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ പ്രൈസ് കറന്റ് നിൽക്കണം. അപ്പൊ ഒരു സെല്ലിന് വേണ്ടിയിട്ട് ഒരു റെഡ് ഫ്ലാഗ് കൊടുക്കാം നമുക്ക്. യൂറോ ഉണ്ടല്ലോ 4 ഹവറിൽ നല്ല ഒരു ഡിമാൻഡ് സോണിലേക്കല്ലേ വരുന്നത്, FVGയിലേക്ക്. യൂറോ 4 അവർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, മറ്റേ ചേഞ്ച് ഡിമാൻഡ് ഓഫ് സോൺ, ക്യാരക്ടർ, യെസ്, ഈ ഒരു ഡിമാൻഡ് സോണിക്കാണ് വരുന്നത്. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായ ഒരു 4 അവർ നോക്കി നോക്കി. അതെ, 4 അവർ വെച്ചേക്കണം. 4 അവർ ഓൾറെഡി ഞാൻ ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 അവറിൽ കറക്റ്റ് ഒരു ഡിമാൻഡ് ഉണ്ട്. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നേക്കുന്ന ലെവലാണ്. ഇവിടുന്ന് ഒരു അതെ. പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഈ സോണിക്ക് എത്താത്ത കാരണം ഈ ഒരു OBയിൽ മൊമെന്റം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് ഈ സോണിലേക്ക് എത്തും. ആ സോണിലേക്കുള്ള ഒരു ലിക്വിഡിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ഇല്ലേ, എന്തായിരുന്നു അതിന്റെ താഴെ അതിന്റെ കുറച്ച് താഴെ എന്ന് താഴെ. പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത ലെവൽസ് ഇല്ലല്ലോ, വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ. വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അവിടെ. യെസ്, വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ, ഈ ഡിമാൻഡ് ചെയ്യുന്ന നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അപ്സൈഡിലേക്ക് കിട്ടിയിട്ട് ട്രേഡ് നോക്കിയാൽ മതി. ഇവിടുന്ന് ഇപ്പോൾ ഇത് 4 അവറിലെ ലെവലാ. 4 അവറിലെ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുത്ത വലിയ സ്റ്റോപ്പ് ലൂസുകളായിരിക്കും. ഈ 4 അവറിന്റെ ലെവലിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ അല്ല, valid 4 അവറിൽ ആയിട്ടുള്ള എന്താ ചോദിക്കുന്നത്, 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് 4 അവറിൽ. പക്ഷെ ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഭയങ്കര ചെറുതാണ്, OBന്റെ തൊട്ടടുത്ത് തന്നെ. അതായത് 1.15 438. ഈ അടിയിലത്തെ ലെവൽ അല്ലേ. ഇവിടെ 1.15 438 എന്ന് പറയുമ്പോൾ വീണ്ടും അടിയിലാണല്ലോ 438. ഇവിടെ ഇതോ അത് OB. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ് OB എന്ന് പറയാനായിട്ട് ഇന്റേണൽ OB അല്ലേ. ഇന്റേണൽ OB ആയിട്ടും ഇതാണ് ഡിമാൻഡ് സോൺ എന്ന് പറയാം. ഈ സ്ട്രക്ചറിന്റെ പ്രോപ്പർ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്തേക്കണ ബോക്സ് ആയിരിക്കും. ഇതൊരു ഡിമാൻഡ് സോണ്. ഈ ഒരു സ്ട്രക്ചറിന്റെ ഡിമാൻഡ് സോൺ. ഓക്കെ, അത് നല്ല രീതിയിൽ പുഷ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടുന്ന് നല്ല രീതിയിൽ പുഷ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ഡിമാൻഡിലുള്ള ഇന്റേണൽ ഓർഡർ ബ്ലോക്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡയറക്റ്റ് എൻട്രി, ഇവിടെ ഡയറക്റ്റ് എൻട്രി ഇട്ടേക്കാൻ പറ്റുന്ന സോണാണ്. അത് ഞാൻ ചോദിക്കാൻ എന്താ വിചാരിച്ചത്, അവിടെ ഒരു FVG കണ്ടോ, അതിന്റെ മുകളിലൂടെ തൊട്ട് ഈ മുകളിൽ വലിയ തന്നെ. FVG ആണ്. ഈ കുഞ്ഞാണ് ഇവിടെ മുകളിൽ. ഇതാണ് ചെറുത്. അപ്പൊ ചെറുതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണോ, ഇത് വളരെ കാരണം വളരെ ചെറുതാണ്. മൈന്യൂട്ടാണ്. യെസ്, 4 ഇവിടെ ഡയറക്റ്റ് അവറിലാവുമ്പോൾ ഇടണമെന്നില്ല. നമുക്ക് ഈ ഒരു OB വേണമെങ്കിൽ ആ ഒരു ഇല്ല, OBനെ വലുതാക്കണ്ട. ഈ ഒരു OBയിൽ തന്നെ ഡയറക്റ്റ് എൻട്രി ഇടണമെങ്കിൽ ഈ ഒരു OBയിൽ ഇടണമായിരിക്കും നല്ലത്. പക്ഷെ അതിന്റെ മുകളിലുള്ള ഭയങ്കര വലിയ FVG ആണ്. യെസ്, പക്ഷെ ആ FVGക്കുള്ള ഈ ലോസ് എടുക്കണമെങ്കിൽ ഈ ഒരു ലോ ഇവിടെ എടുക്കുന്നുണ്ട്. ആ FVGക്കുള്ള അതേപോലെ ഇവിടെയും ലോ വന്ന് എടുക്കുന്നുണ്ട്. ആ നമുക്ക് FVG എടുത്തതായിട്ട് കൂട്ടാൻ പറ്റുമോ, അപ്പൊ വന്ന വിക്ക്, അതിന്റെ മുന്നത്തെ വിക്ക് ശരിക്കും ഞാൻ വരച്ചിട്ടുണ്ടല്ലോ. FVG കളക്ട് ചെയ്തു, പക്ഷെ അതിന്റെ ഒരു 50% കളക്ട് ചെയ്തോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇങ്ങനത്തെ വലിയ FVG ഒക്കെ വരുമ്പോ 50 അതിന്റെ എത്തിയില്ലേ നോക്കിയിരുന്നു. അതായത് 50% അത് എത്തിയിട്ടില്ല ആ FVGയുടെ. കുറച്ച് മുന്നേ വരച്ച പക്ഷെ എത്തിയിട്ടില്ല ആ ലെവലിലേക്ക്. യൂറോ പിടുത്തം വിട്ട പോക്കല്ലേ, ഇങ്ങനെ പോകും. യൂറോ മേജറായിട്ട് വലിയ സ്ട്രക്ചർ അപ്സൈഡിലേക്കാണ് ഈ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ എന്നാലും അത്ര വലിയ സ്ട്രോങ് ബയേഴ്സ് ഉള്ള കയറി എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കൺസൾട്ടേഷന്റെ ഉള്ളിൽ അത്ര സ്ട്രോങ് ബയേഴ്സ് ആയിരുന്നെങ്കിൽ അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഫോള് വന്ന ഏരിയനെ സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് കവർ ചെയ്തേനെ. പക്ഷെ എന്താ, അവിടെ ലിക്വിഡിറ്റി സ്വീപ്പാണ് നടന്നത്. ആ സ്വിംഗ് ഹൈനെ, ഈ ഒരു ഹൈ പോയിന്റിനെ സ്വീപ്പ് ചെയ്ത് തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് പുഷ് ചെയ്ത് വന്നോണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൈസ് മാക്സിമം അടിയിലുള്ള
മേജറായിട്ട് ഓർഡർ കിട്ടാവുന്ന അല്ലെങ്കിൽ മേജറായിട്ട് ലിക്വിഡിറ്റി കണക്ട് ചെയ്യാവുന്ന ലെവലിലേക്കൊക്കെ വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. FPG എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുക്കല്ലേ. യെസ്, FEG എന്ന് നോക്കാം. ആ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തണം എന്ന് നിർബന്ധമില്ല അത്. അപ്പൊ അല്ല, ഈ ഡിമാൻഡ് എത്തുന്നതിന് മുമ്പ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാൻ വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിലെ മൊമെന്റം ട്രേഡ് പ്ലാൻ ചെയ്യാം. ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഈ OB-യിൽ ഒരു മൊമെന്റം കിട്ടിയാൽ എന്തായാലും പ്രൈസ് 1:2 മേളിൽ എന്തായാലും പുഷ് ചെയ്യണം. ആ മൊമെന്റ് ആകുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ചെറുതാവില്ല. സ്റ്റോപ്പ് ലോസ് എടുത്തേക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു റിസ്ക് ഒരുപാട് 1:2 സിമ്പിൾ ആയിട്ട് കവർ ആവും. നമ്മുടെ ഈ ഒരു മറ്റേ കറൻസി ട്രേഡ് എടുക്കുമ്പോൾ $3 ഇപ്പൊ 0.1 ലോട്ടിന് പോകുമല്ലോ സ്പ്രെഡ് ആയിട്ട്. യെസ്, അത് നമ്മള് ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് അടിക്കുമ്പോൾ വീണ്ടും $3 അങ്ങനെ പോകും. ഇല്ല, സ്പ്രെഡ് ഒറ്റത്താണല്ലേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. എൻട്രിയിൽ മാത്രമേ ഉള്ളൂ. എക്സിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സെല്ല് നടത്തുന്നില്ല. എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പ്രെഡ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസിലല്ലേ കിട്ടാം എക്സിറ്റ് ആവാം. അവിടെയും കട്ടാവൂലേ? മീൻസ് കട്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ തവണ നമ്മൾ സ്പ്രെഡ് ചാർജ് പോകുള്ളൂ. പക്ഷെ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോയിന്റിൽ എക്സിറ്റ് ആവും. യെസ്, ടെക്നിക്കലി നോക്കിയാൽ അവിടെയും കട്ടാവും. $6 ഓൾറെഡി അതിന് പിടിക്കൂല അവര് ഇപ്പൊ 0.1. പോയിന്റ് വെച്ച് നോക്കുമ്പോൾ $6. പക്ഷെ നമ്മൾ ഫണ്ടായിട്ട് ആകെ ഒറ്റ ഫസ്റ്റ് പിടിക്കുന്ന പൈസ പോവുള്ളൂ. രണ്ടാമത് പിന്നെ നമുക്ക് രണ്ടും പോയിട്ടുണ്ടോ? നമുക്കൊരു 1.165 എക്സിറ്റ് ആവണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 166 ആവും അല്ലെ എക്സിറ്റ് വരുന്ന സ്പ്രെഡും കഴിച്ചിട്ട്. അവിടെ നമുക്ക് പിപ്പാണ് നഷ്ടം വരുന്നത്. കിട്ടേണ്ട പ്രോഫിറ്റ് ആണ്, പക്ഷെ ടെക്നിക്കലി ലോസ് എന്ന് പറഞ്ഞാൽ ആദ്യം എടുക്കണതിന്റെ ലോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യത്തെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. യെസ്, മറ്റേത് നമ്മളെ പിപ്പ് വഴിയാണ് പോണത്. ഇത് നോക്കിണ്ടായിരുന്ന ഈ ഒരു NZD/USD അതാ തോന്നുന്നത്. അതിന്റെ ഏത് ടൈം ഫ്രെയിം ഞാൻ ഷെയർ ചെയ്തിരുന്ന 50 മിനിറ്റിലെ ആ ഒരു മൊമെന്റം, അത് കറക്റ്റ് അവിടെ ഒരു മൊമെന്റം വന്നു. ആ ഒരു മൊമെന്റത്തിന്റെ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെറിയൊരു സപ്ലൈ ആണ്. GBP/USD അടിയിലും മുകളിലും സോണാണ്. അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല GBP-യിൽ. AUD/USD നോക്കിക്കഴിഞ്ഞാൽ ഡേയിൽ പക്കാ ബിയറിഷ് ക്യാൻഡിൽ വന്നു. ഓക്കെ, 4 അവറിൽ ഒരു ബുള്ളിഷ്നെസ് ആണ്. താഴെ നല്ല റിജക്ഷൻ കാണിച്ച് പ്രൈസ് സബ്സിഡിക്ക് പുഷ് ചെയ്യുന്നുണ്ട്. 1 അവറിലും ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് ബൈ നോക്കാനായിട്ട് എന്തെങ്കിലും സ്ട്രക്ചർ ഇവിടെ ഉണ്ടോ? ബൈ നോക്കാനായിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ താഴേക്ക് തന്നു. ഓക്കെ, ഇതവിടെ ഒരു മുമ്പത് വലിയ ടൈം ഫ്രെയിമിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നാണ് ഇപ്പോൾ പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർഡർ ബ്ലോക്കിൽ കിട്ടിയില്ല, ബട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത് ഇവിടെ ചെറിയൊരു എൻഗുൾഫിംഗ് ഒക്കെ തന്നിട്ടാണ് ഈ പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനി റീ എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ താഴേക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ആയിരിക്കും ഇതിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ പോയിന്റ്. ഇവിടെ നിന്നാണല്ലോ ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ പോയിന്റ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ വരുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ നോക്കാം. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നോക്കത്. ഇത് കുറേ ദിവസമായിട്ട് ലിമിറ്റ് ഇട്ട് വെച്ചേക്കണം. ഇതുവരെ എക്സിക്യൂട്ട് ആയിട്ടില്ല. ഞാൻ ഓൾറെഡി ടെലഗ്രാമിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റീടെസ്റ്റിന്റെ പോയിന്റ്. ഇവിടെ നല്ല ഫൈറ്റ് ഒരു ബ്രേക്കർ നടന്നിട്ടാണ് അത് പൊട്ടിയത്. അതും ഇവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി തന്നു. പക്ഷേ ഈ ഒരു സോണിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ലിമിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് വെക്കാം. ചെറിയ റിസ്ക് ഉള്ളൂ. 2-3 ദിവസമായിട്ട് ഇട്ട ലിമിറ്റാണ്. ഇതുവരെ എക്സിക്യൂട്ട് ആയിട്ടില്ല. ആ ഒരു സോണിലേക്ക് പ്രൈസ് വന്നിട്ടില്ല. പക്ഷേ പ്രൈസ് ഈ ഒരു സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഫൈറ്റ് നടന്നിട്ടാണ് ഈ ഒരു സെയിം സോണിൽ ഇത്രയും ഫൈറ്റ് നടന്നിട്ടാണ് ഇവിടെ ബ്രേക്ക് നടന്നേക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു ബൗൺസ് ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഓൾറെഡി 3-4 ദിവസമായി ലിമിറ്റ് ഇട്ടിട്ട് എന്താണ് 4-ാം തീയതി ഇട്ടേക്കണ ലിമിറ്റ്. 4-ാം തീയതി ഇട്ടേക്കണ 4-ാം തീയതി അല്ലേ? യെസ്, ഇന്നല്ല മിനിഞ്ഞാന്നല്ല ലിമിറ്റ് ഇട്ട. ഇവിടെ JPY പേഴ്സ് ആണ് ഇൻട്രസ്റ്റിംഗ്. JPY വെറുതെ നല്ലൊരു ഫോൾ തന്നപ്പോൾ ഇത് ഓൾമോസ്റ്റ് 50% ആ ഫോളിന്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, വലിയ ടൈം ഫ്രെയിമിൽ നല്ലൊരു ഫോൾ അടിച്ചു. അങ്ങനെ ഫോൾ അടിച്ചതിന് ശേഷം പ്രൈസ് പതുക്കെ റീട്രേസ് ചെയ്ത് ആ പ്രീമിയം സോണിലേക്ക് വരുന്നുണ്ട്. പ്രീമിയം സോണിൽ ഒരു വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു 1 അവർ ബേസ്
50% ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കും വരുന്നുണ്ട്. ഈ സപ്ലൈയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സപ്ലൈയിൽ നമുക്ക് ഡയറക്റ്റ് ഓർഡർ ഇട്ട് വെക്കാം. അതായത് മേജർ സെൽ ഓഫ് നടന്ന സപ്ലൈ ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു സപ്ലൈയിലേക്ക് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒരു ലിമിറ്റ് ഇട്ട് വെക്കാം, സെൽ ലിമിറ്റ്. ഓക്കെ. പക്ഷെ വലിയ റിസ്ക് ഉണ്ടാവും ഇങ്ങനെ ഡയറക്റ്റ് ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ. ഇത് വലിയ സോണാണ് ഈ സോൺ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വരുന്ന സമയത്ത് 15 വന്നിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണുന്ന സമയത്ത് നമ്മൾ സെല് ചെയ്യേണ്ടി വരും. ഓക്കെ. കറന്റ് ഇപ്പോൾ 50% എഫ് ഇ ജിക്ക് വരുന്നുണ്ട്. ഈ ഒരു എഫ് ഇ ജിന്ന് മൊമെന്റ് കിട്ടിയാൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്നാലും ഇത്രയും വലിയ മൂവ് വരണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ല, ബിഗ് ഹാൻഡ്സ് അവിടെ ഉണ്ട്. ഓ, ഓക്കെ. യു എസ് ടി ജെ പിയുടെ ഓവറോൾ യെസ് പ്രീമിയം ഉണ്ടാവും. ഈ ഒരു വീക്കിലിയിലൊക്കെ അത് മുകളിൽ ഫുള്ള് സ്വീപ്പ് നടന്നിട്ടാണ് അത്രയും വലിയ പുഷ് വന്നത്. അങ്ങനെ എന്നാലും ഈ ഒരു റീട്രേസ്മെന്റ് എന്തായാലും വരുന്നതില് ഒന്നല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ടായിരിക്കാം താഴെ വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്ലൈ ആയിരിക്കാം താഴെ വരുന്നത്. ഒന്നല്ലെങ്കിൽ ചെറിയ ലോട്ടിൽ ഇവിടെ ലിമിറ്റ് ഇട്ട് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴുള്ള ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവണം. ആ ഒരു താഴേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അടിക്കാം. അതുവരെ ബൈ ചെയ്യലും റിസ്ക് ആണ്. ബൈ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്താണ് നമ്മുടെ 50% പ്രീമിയം സോൺ വരുന്നത്. അപ്പോൾ ബൈ ചെയ്യേണ്ട, അത് ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കാം. അത് എത്ര വരുന്നത്? എസ് എൽ എത്ര വരിക? 68 നാളെ കാണിക്കണം. അപ്പൊ $68 വരും .1-ന്. 68 ഇവിടെ ടോട്ടല് 104 പിപ്പ് എസ് എൽ വേണ്ടി വരും. 104. അത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ? യെസ്. അപ്പൊ എവിടെ സപ്ലൈ നിന്നാണ് സോണിൽ മനസ്സിലാവുന്ന അറിയാൻ പറ്റില്ല. ഓർഡർ ബ്ലോക്ക് മാത്രം വെക്കണമെങ്കിൽ ഭയങ്കര ചെറുതായിരിക്കും. പക്ഷെ അത് എൻട്രി കിട്ടാനും ചാൻസ് ആണ്, അല്ല റിസ്ക് ചാൻസ് കുറവാണ്. 104 പിപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഡയറക്റ്റ് എൻട്രി ഒന്നുമില്ല. ഇവിടെ എത്തണ സമയത്ത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഫോൾ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ട് നിസ്സാര സമയം കൊണ്ടാണ് ഇത്രയും ഫോളോ വന്നേക്കുന്നത്. അത് പതുക്കെ ഓർഡർ ഫ്ലോ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കയറിയിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബിറ്റ് കോയിൻ അതിൻ്റെ ഇടയിൽ അടിച്ചടിച്ച് കയറി 84 എത്താറല്ല. ബിറ്റ് കോയിൻ പക്ഷെ മേജർ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റീടെസ്റ്റിന്റെ ഒരു ഏരിയയിലേക്കാണ് ബിറ്റ് കോയിൻ വരുന്നത്. പക്ഷെ വലിയ ടൈം ഫ്രെയിം ആണ്, 4 hour ആണ്. മേജർ ആയിട്ട് സെല്ലേഴ്സ് കയറാൻ പറ്റുന്ന സോണിലാണ് കറന്റ് വന്ന് നിൽക്കണേ. ഇവിടെ ഇവിടെ ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരികയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ സോണിൽ എത്തുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഓൾറെഡി ഇതൊരു വലിയ സോണിലാണ്. ഇവിടെ നമ്മൾ എങ്ങനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കാം, എങ്ങനെയായിരിക്കും, അതായത് സ്ട്രക്ചർ അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് ആദ്യം നോക്കാം. യെസ്, ഇവിടെ നിന്നുള്ള ആ ഒരു പുഷാണ് മോഡലിലേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒന്ന് കയറി. അങ്ങനെയാണെങ്കിൽ ഈ ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്യണ സമയത്ത് ഇതായിരിക്കും അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് ആക്ട് ചെയ്യാൻ പോണ പോയിന്റ്. ഇതായിരിക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ട്രേഡ് എവിടെ ആയിരിക്കും പ്ലാൻ ചെയ്യാൻ പറ്റുക? ഇത് ഇവിടെ വന്ന് ഈ ഒരു ലോവിനെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെ ഡിമാൻഡ് സോൺ അല്ല, ഇവിടുന്ന് പുഷ് ചെയ്ത് മാർക്കറ്റിന് മുകളിലേക്ക് കയറിക്കൂടെ? അത് കൺഫേം ചെയ്യാനായിട്ടാണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്ന ഈ ഒരു മൂവിന്റെ ഉള്ളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇന്റേണൽ ലോബിയോ വരാണെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് ട്രേഡ് പുഷ് ചെയ്യാം. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആണല്ലോ എന്ന് അറിയാനായിട്ട് ആ പുഷിന്റെ ഇടയിൽ ഒരു എഫ് ഇ ജി ഉണ്ടായാൽ മതി. എഫ് ഇ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പുഷിന്റെ ഇടയിൽ എഫ് ഇ ജി വരുള്ളൂ. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്നത് സ്ട്രോങ് ആയിട്ടുള്ള പുഷ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ലിമിറ്റ് ഇട്ട് വെക്കാം. ഗോൾഡ് മിക്കതും നമ്മുടെ ആ ഒരു സോണിലേക്ക് എത്തും. നമുക്കിത് 1:3 ജസ്റ്റ് മിസ് ചെയ്തിരുന്നു. ഞാൻ ഓൾറെഡി 80% പ്രോഫിറ്റ് അല്ല, ഇത് ക്ലോസ് ചെയ്തിട്ട് ബ്രേക്ക് ഇവൻ വെച്ചു. എൻ്റെ ബ്രേക്ക് ഇവൻ അടിച്ചു. ഇതിന്റെ 1:2 ടാർഗറ്റ് വെച്ചേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പുഷ് ചെയ്യാനുണ്ടപ്പോൾ 1:3 ആക്കി. സ്റ്റിൽ നല്ല ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താണ് ആവശ്യമില്ലാത്ത കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ഞാൻ മാറ്റട്ടെ. ഇത് ഓൾറെഡി വർക്കൗട്ട് ചെയ്തു, ഈ സോൺ വർക്കൗട്ട് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാം, നമ്മൾ മെയിൻ ആയിട്ട് പ്ലാൻ ചെയ്ത സപ്ലൈ സോണിലേക്കാണ് പ്രൈസ് പതുക്കെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലിക്വിഡിറ്റി എടുത്ത് ഇവിടുത്തെ റിവേഴ്സിൽ നമുക്ക് എന്തായാലും പിടിക്കാം. അത് ലൈവ് സെഷൻ കഴിഞ്ഞിട്ടായാലും ഈ സോണുകൾ മാർക്ക് ചെയ്തു. ഇന്നലെ നമ്മൾ ട്രേഡ് അതിരുന്ന് നമ്മൾ ലെവൽസ് ഒക്കെ നോക്കി ലൈവ് സെഷൻ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് 2-3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സോണിൽ വന്നതും മൊമെന്റം തന്നതും. സോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ്മെന്റ് കിട്ടി.
ഇതിപ്പോ 0-0 ഈ ട്രേഡ് ഔട്ടായി. ഉം, ഉം, ഉം. ഇവിടെ ദേ ഒരു എൻഗുൾഫ് 15 മിനിറ്റിൽ ഒരു എൻഗുൾഫിങ് അടിച്ചിട്ടുണ്ട്, 15 മിനിറ്റ്. പക്ഷേ ഈ ഒരു എൻഗുൾഫിങ്ങിനെ വിശ്വസിക്കാനായിട്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ആ എൻഗുൾഫിങ്ങിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു സോണിൽ എത്തി അവിടെ ഒരു ബിയറിഷ് മൊമെന്റ് തരാണ്ട് പതുക്കെ പതുക്കെ ചെറിയ 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 ക്യാൻഡിലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ സ്കാൽപ്പ് ചെയ്യാം ചെറിയ ലോട്ട് സൈസ്. പക്ഷെ മേജർ ട്രേഡ് നമുക്ക് സെൽ തന്നെയാണ്. ഇവിടെ നിന്നാണ് അഗ്രസീവ് ഫോൾ തന്നെ. ഫസ്റ്റ് ഫോള് റീട്രേസ് ചെയ്തു, സെക്കൻഡ് ഫോള്, തേർഡ് ഫോൾ അങ്ങനെ 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 കണ്ടിന്യൂ ചെയ്തൊരിക്കലും പോകില്ല. അതിനാണ് മൊമെന്റം നോക്കണം എന്നുള്ള ഒരു ഫാക്ടറോടെ വന്നത്. ഗോൾഡ് ഇപ്പോഴും ബിയറിഷ് തന്നെയാണ്. ഓൾറെഡി വാർ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂഡൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബിയറിഷ് മോഡ് തന്നെ ഗോൾഡിൽ ലോട്ട് സൈസ് കയറ്റി പിടിക്കണമായിരിക്കും നല്ലത്. നമുക്കൊന്ന് ജസ്റ്റ് ക്രൂഡ് ഓയിൽ എന്താ നടക്കണേന്ന് കൂടി ഒന്ന് നോക്കാം. ഇന്നലെ 4 അലേർട്ട് വന്നണല്ലോ, പക്ഷെ ഫുജേറ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇവിടെ അബുദാബിയിൽ നിന്ന് അടിച്ചില്ല. അബുദാബിയിൽ തരക്കെ പരക്കെ ഇങ്ങനെ അലേർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതെ, അലേർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ എന്തിന്റെ ബേസിൽ അലേർട്ട് ഇടുന്നതെന്ന് പിടുത്തം കിട്ടില്ല. സൂക്ഷിക്കാൻ പറയണതായിരിക്കാം. അവ അറിയില്ല, സൗണ്ടും കേട്ടില്ലൊന്നും കേട്ടൊന്നുമില്ല. അതെ. ക്രൂഡ് ഓയിലിന്റെ അവസ്ഥ, ക്രൂഡ് ഓയിൽ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1 അവറിൽ മൊത്തത്തിലൊരു കൺസോളിഡേഷൻ ആണ്. അതേപോലെ 4 അവറിൽ ലോവർ ലോ ലോവർ ലോ ലോവർ ലോ ലോവർ ലോ ഹൈ അടിച്ച്. ഓക്കെ, ആ ഒരു ബിയേഴ്സിന്റെ ആ ഒരു മൊമെന്റം വീക്ക് ആയിട്ടുണ്ട്. ബിയേഴ്സിന്റെ ആ മൊമെന്റം വീക്ക് ആയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ടച്ച് ചെയ്തൊരു ഹയർ ഹൈ ഇവിടെ വന്നു. ബട്ട് ഇപ്പോൾ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. പക്ഷേ ക്രൂഡ് ഓയിലിന്റെ ചാർട്ട് നോക്കിയിട്ട് കാര്യമില്ല. ക്രൂഡ് ഓയിൽ ബട്ട് ടെക്നിക്കലി ഒരു ബുള്ളിഷ് വരാനുള്ള ചാൻസസ് ടെക്നിക്കലി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗോൾഡും അതേപോലെ ബിയറിഷ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോറി. UDCHF നമുക്ക് ബിയറിഷിന്റെ മൊമെന്റ് ഒന്നും തന്നിട്ടില്ല. ഇനി പുഷ് ചെയ്ത് മോളിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൈയേഴ്സ് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ നിന്നാണ് റിജക്ഷൻ കിട്ടാനുള്ള നമ്മളെ ലാസ്റ്റ് ഏരിയ സെല് ചെയ്യണമെങ്കിൽ. ഈ ഒരു റെസിസ്റ്റൻസിന്ന് ഇതിന്റെ മുകളിൽ വന്ന പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം ആ റെസിസ്റ്റൻസിലുള്ള സെല്ലേഴ്സിനൊക്കെ ബൈയേഴ്സ് കവർ ചെയ്തു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ക്ലോസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സൽ കണ്ടു കഴിഞ്ഞാൽ UDCHF എന്തായാലും അടിക്കാം സെല്ല്. UDCHF എല്ലാ ടൈം ഫ്രെയിമും നമുക്ക് ഇതുവരെ ഓക്കെയാണ്. ഇവിടെ നിന്ന് റിവേഴ്സൽ ആവുകയാണെങ്കിൽ അടിക്കാം. താഴേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരാണെങ്കിൽ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയ ആ ഒരു ഹൈ, ഈ ഒരു പോയിന്റിനെ കവർ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എല്ലാ 4 അവേഴ്സിന്റെയും ഹൈനെ കവർ ചെയ്യലാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. പിന്നെ നമ്മൾ അപ്സൈഡിലേക്ക് മാത്രം നോക്കുള്ളൂ. ഇപ്പോഴും നമുക്ക് അപ്സൈഡിലേക്ക് സ്ട്രോങ് ആയിട്ട് നോക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. വേണ്ട, ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ, ആ ഒരു ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഷിഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവണം ഈ ഒരു ഏരിയയിൽ നിന്ന്. അത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബൈ സൈഡിലേക്ക് ഷിഫ്റ്റ് ആവാം. അതുവരെ സെല്ലിന്റെ മൊമെന്റ് നോക്കി തന്നെ ഇരിക്കാം. യെസ് യെസ്. പിന്നെ കുറച്ച് നമ്മളെ മൂവിങ് ആവറേജിന്റെ ക്രോസ് ഓവറുകൾ ഉണ്ടോ നോക്കാം. മൂവിങ് ആവറേജ് 50 മിനിറ്റില് നല്ല നല്ല ക്രോസുകൾ വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടില്ല. USD സൈഡ് വൈസ് ആണ്. ഇവിടെ ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത്
ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടാണ് ക്ലോസ് ആയത്. ഓക്കെ, GBP സൈഡ് വൈസ് ആണ്. ഓക്കെ, ഇത് നല്ലൊരു പോയിന്റ് ആയിരുന്നു, പക്ഷേ പ്രൈസ് ഓൾറെഡി ഈ ഒരു ക്രോസ് ഓവർ നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കി 1 2 3 4 5 6 7 8 ക്യാൻഡില് മൂവിങ് ആവറേജിന്റെ താഴെ വന്നിട്ട് ഒരു സ്ട്രോങ് ക്യാൻഡിലായിട്ട് മുകളിലേക്ക് ക്ലോസ് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് 15 മിനിറ്റ്. പ്രൈസ് ഓൾറെഡി ആ ഒരു സോണിൽ നിന്ന് അതിനുശേഷം പുഷ് ചെയ്ത് പോയി. ബട്ട് ഈ സോണിലേക്ക് ഇനി പ്രൈസ് വരാണെങ്കിൽ അത് മൂവിങ് ആവറേജിനെ മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് താഴ്ത്തി, സ്ട്രോങ് ആയിട്ട് മൂവിങ് ആവറേജിന്റെ താഴേക്ക് ക്ലോസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. ഓൾറെഡി ആ സോണിൽ നിന്നുള്ള പുഷ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ നമുക്ക് ക്രോസ് ബൈ സൈഡ് ക്രോസ് ചെയ്തു, പക്ഷെ 1 2 3 4 5 ക്യാൻഡിൽസ്. ഓക്കെ, ആ സോൺ ഓൾറെഡി ഫെയിൽ ആവുകയും ചെയ്തു. USD JP വാല്യൂ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ബോളിഞ്ചർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം, ഏതെങ്കിലും വലിയ മൊമെന്റം വരാൻ നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. ഗോൾഡ് ഓൾറെഡി നാരോ റേഞ്ച് അടിച്ച് നിൽക്കുകയാണ് ബോളിഞ്ചർ ബാൻഡ്. ഹൊറിസോണ്ടൽ 5 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് നാരോ റേഞ്ച് ആണ്. ഗോൾഡിൽ എന്തായാലും ഇപ്പൊ എന്തായാലും 3:30 ന്യൂ ഇയർ സെക്ഷനിൽ എന്തായാലും നല്ലൊരു വോളറ്റാലിറ്റി ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഹോപ്പ്ഫുള്ളി അത് ആ സപ്ലൈ എടുത്ത് പൊട്ടലായിരിക്കാം. ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ബാൻഡും ലോവർ ബാൻഡും വളരെ അടുത്തിട്ടുണ്ട്. ഇതൊരു സെക്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഏത് നിമിഷവും ഗോൾഡിൽ എന്തായാലും നല്ലൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് നല്ലൊരു വലിയൊരു മൂവ്മെന്റ് തന്നെ ഗോൾഡിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആസ് പെർ ദിസ് ബോളിഞ്ചർ ബാൻഡ്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു റിവേഴ്സലായിരിക്കാം. ഓക്കെ, USD CHF സോണില്ല. ഓക്കെ, യൂറോ USD എഫക്ട്സ് ആണത്, പ്രോപ്പർ എഫക്ട്സ് ഇല്ല. ബട്ട് 1 2 3 എന്തായാലും യൂറോ USD ഓർഡർ ബ്ലോക്കിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ലോ പ്രോബബിലിറ്റി എഫക്ട്സ് വന്നിട്ടുണ്ട്, പ്രോപ്പർ എഫക്ട്സ് ഇല്ല അത്. അതും ബോളിഞ്ചർ ബാൻഡിന്റെ നാരോ റേഞ്ച് ആണ്. അപ്പൊ എന്തായാലും യൂറോ USD ഗോൾഡിലൊക്കെ ഒരു വലിയൊരു മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ന്യൂസിലാൻഡ് ഡോളറും ബോളിഞ്ചർ ബാൻഡ് നാരോ റേഞ്ചിലാണ്. നാരോ റേഞ്ച് ആയതിനു ശേഷം ഒരു മൊമെന്റം വന്നിട്ടില്ല. ഓക്കെ, ഓൾറെഡി ഈ ട്രേഡ് ഞാൻ ഓൾറെഡി ഉണ്ടാണ്ട ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്ന ഈ ഒരു എൻഗുൾഫിങ്ങിൽ ഇത് ചെറിയ ടൈം ഫ്രെയിമില് ഒരു ചെറിയ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ വന്നിട്ടാണ് ഈ ഒരു ബിയറിഷ് FX നമുക്ക് തന്നേക്കണം. ആ ഒരു ബിയറിഷ് FXയുടെ ഹൈയിൽ SL വെച്ചിട്ട് ഈ ട്രേഡ് ഞാൻ ഓൾറെഡി പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ട്രേഡാണ്. ഒരുവിധം പേഴ്സ് യൂറോ USD GBP ഒക്കെ നാരോ റേഞ്ച് അടിച്ച് നിൽക്കുന്നുണ്ട്. സംതിങ് കുക്കിംഗ് ബിഗ് മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഇവിടെ ഇല്ല. ഇവിടെ ഓൾറെഡി നാരോ റേഞ്ച് കഴിഞ്ഞ് പുഷ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗോൾഡ്, യൂറോ USD, GBP USD ഇതെല്ലാം ബോളിഞ്ചർ ബാൻഡ് നാരോ റേഞ്ച് ആണ്. അപ്പോൾ നല്ലൊരു മൊമെന്റം നമുക്ക് കിട്ടാം. പതിയെ നമ്മുടെ സപ്ലൈ സോണിലേക്ക് ഗോൾഡ് വരുന്നുണ്ട്. Let's see. RSI. ഓക്കെ, നമ്മൾ സെല്ല് നോക്കിയിരിക്കുന്ന AUDCHFിലെ RSIയും ഓവർബോട്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ഒരു ബിയറിഷിന്റെ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല് ചെയ്യാം. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ സെല്ല് നോക്കണ്ട. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് മുമ്പേ ഈ ഒരു സോണിന്റെ താഴെ തന്നെ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ഹൈയുടെ താഴെ തന്നെ നമുക്ക് മൊമെന്റം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സെല്ല് നോക്കാം. RSIയും ഓവർബോട്ട് ആയിട്ടുണ്ട്. റിവേഴ്സലിനുള്ള പ്രോബിലിറ്റി ആണ് അതല്ല. വേറെ RSI ഇല്ല. ഓക്കെ, JPYയുടെ വേറെ പിന്നെ എക്സ്ട്രീം വോളറ്റൈലാണ്. നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് വന്നിട്ട് സെല്ല് നോക്കിയാൽ മതി. നമുക്കിപ്പോൾ ഗോൾഡിനെ ഫോക്കസ് ചെയ്യാം. ബാക്കി വേറെ ലെവൽസ് ഒന്നും ഇപ്പം ഇല്ല. ഗോൾഡ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുമോ നോക്കാം. ഈ ലിക്വിഡിറ്റി എടുത്ത് റിവേഴ്സ് ആവാണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിന്റെ പിന്നാലെ കയറിയിരിക്കാം.
വൺ സെക്കൻഡ്, ഒന്ന് വർഷം കൂടി 2 മിനിറ്റ്. ഹലോ ഹലോ. ലിക്വിഡിറ്റിയോടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് വന്നു. പക്ഷെ നമുക്ക് ആ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൺഫർമേഷൻ ആണ്. AUD CHF എന്തെങ്കിലും കൺഫർമേഷൻസ് ഇതുവരെ വന്നിട്ടില്ല. യൂറോ USD നോ കൺഫർമേഷൻസ്. GBP നോ കൺഫർമേഷൻസ്. ഗോൾഡ് ജസ്റ്റ് ടാപ്പ് ചെയ്ത് റിവേഴ്സ് ആവുന്നുണ്ട്. അത് അടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലേ? ഏതായിരുന്നു ഇവിടെ ഇവിടെ നിൽക്കുന്നതല്ലേ? അതെ, ആ ടാപ്പ് ഫുള്ള് ചെയ്തത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫുൾ ഫില്ലായില്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫുള്ള് ബില്ലേ. പക്ഷെ അതിനേലും ബെസ്റ്റ് ആണ് കുറച്ചും കൂടി മുകളിൽ വരുന്ന ഈ ഒരു സപ്ലൈ. അതിലാകുമ്പോൾ ഓർഡർ ബ്ലോക്കും ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ തോന്നുന്നു വെച്ചേക്കണത്. അതാകുമ്പോൾ ഈ ലിക്വിഡിറ്റി കറക്റ്റ് ഇൻഡ്യൂസ് ചെയ്ത് റിട്ടേൺ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോട്ട് സൈസിൽ തന്നെ ഗെയിം പ്ലാൻ ചെയ്യാം. പക്ഷെ ഇവിടെ നിന്ന് റിവേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ലോട്ട് സൈസ് തന്നെ നോക്കാൻ പറ്റുള്ളൂ. മൊമെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം ചെറിയ ലോട്ട് സൈസിലായാലും.
ബട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ലെവല് ആ സപ്ലൈ ആണ്, മെയിൻ ആയിട്ടുള്ള സപ്ലൈ. 1 അവറിലൊക്കെ സ്ട്രോങ് ആയിട്ടാണ് ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുക്കണായിരുന്നു നല്ലത്, നമുക്ക് മേജർ ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് എടുക്കണായിരിക്കും നല്ലത്. രാവിലെ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പത്തെ സെഷൻസിൽ. രാവിലെ ഞാൻ സുബിക്കാണ് ഇരുന്നത്. അന്നേരം നമ്മൾ കുറെ നോക്കിയിരുന്നു, ഒരു 43 എത്താൻ, പക്ഷെ എത്തിയില്ല. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. ഓക്കെ. പിന്നെ അത് കയറി ഇറങ്ങി. ഇന്ന് മറ്റേ അലേർട്ട് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചായിരുന്ന, ഓൾറെഡി മാർക്കറ്റ് ആ സപ്ലൈയിൽ ഇങ്ങനെ വീണ് വീണ് നിൽക്കണ്, അതിന്റെ ഇടയിൽ അലേർട്ട് അടിച്ച്. അലേർട്ടിന്റെ ഒന്നല്ല സംഭവം അതല്ല, പക്ഷെ കറക്റ്റ് അലേർട്ട് അടിച്ച സമയത്ത് മാർക്കറ്റ് ഒരു $10-15 ബും 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 എന്ന് പറഞ്ഞ് വീണോണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ച യു എയിലുള്ള എല്ലാവരും കൂടി സെല് ചെയ്യുന്നു. ഇല്ല, ബ്രോന്റെ സെഷനിലും പ്രജിത് ഭായിന്റെ സെഷനിലും രണ്ടെണ്ണത്തിൽ സെല്ലിട്ട്, 2 സെൽ അടിച്ചു. പക്ഷെ അതിന്റെ ശേഷം ഭയങ്കരമായിട്ട് മാർക്കറ്റ് ഡംപായി ചെയ്തു. ആ, നമ്മൾ പക്ഷെ ഡയറക്ഷൻ കറക്റ്റ് നമ്മളൊക്കെ ആയിരുന്നു, പ്ലാൻ പക്ഷെ ചെയ്ത ഭാഗ്യമില്ല. മറ്റേ സോണിൽ നിന്നാണ് കറക്റ്റ് വീണത് ആ ഒരു മൊമെന്റത്തില്. ആ. ആ മൊമെന്റം സോണ് കറക്റ്റ് ആ ട്രേഡ് എനിക്ക് കറക്റ്റ് മറ്റേ ആ ഒരു സോണിൽ നിന്ന് അടിച്ചു. ഞാൻ ഓൾറെഡി ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ നിന്നോണ്ടിരിക്കുക ആ സമയത്ത് തന്നെ ഇത് കാണാൻ നേരെ ലിമിറ്റ് കിട്ടി. പക്ഷെ മൊത്തം ഒന്നും കിട്ടിയില്ല കേട്ടാ, ഒരു 40-400 പിപ്പ് കിട്ടി. ഓക്കെ, ഓക്കെ. കറക്റ്റ് സമയത്ത് ഫോൺ നോക്കി, ഫോൺ നോക്കുമ്പോഴാണ് പ്രശ്നം. നോക്കാൻ ഓർഡർ കിട്ടുമെന്ന് അറിയാൻ പാടില്ല. അടിച്ചാലോ, ക്ഷമയില്ലാത്തവർക്ക് നടക്കൂലത്. ഓർഡർ ഞാൻ കിട്ടിയെന്ന് വേഗം അറിയാം. എത്തി. ഞാൻ 510 അവിടെ എത്തിയ ടൈമിൽ എടുത്തിരുന്നു ബൈ. ഓക്കെ. അതേമാതിരി തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എക്സിറ്റ് ആയി. 510 പുഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ അങ്ങനെ കയറി പോകണല്ലോ. ഓക്കെ. പക്ഷെ പതുക്കെ സോണിലേക്ക് കയറുന്നുണ്ട്. ഉം, ഉം, ഉം. Romania government has collapsed. ഉം. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരാനുള്ളൊരു വൈബാണ് കാണിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ്. വൺ അവർക്ക് നല്ല സ്ട്രോങ് ബുള്ളിഷ് എഫക്ട്സ് ഒക്കെ ആയിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ മൊമെന്റം കിട്ടിയിട്ട് സെല് ചെയ്താൽ മതി. ചാടി കയറി സെല് ചെയ്യണ്ട.
1 അവർ നല്ല രീതിയിലൊരു ബുള്ളിഷ് എഫക്സി ആയിട്ടാണ് ക്ലോസ് ചെയ്യാനായിട്ട് പോണേ. ക്ലോസ് ചെയ്തിട്ടില്ല. ഒരു ക്ലിയർ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ മൊമെന്റത്തിന്റെ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ആ ഒരു സോണ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് അങ്ങോട്ട് എത്തണില്ല. ഓൾമോസ്റ്റ് എത്തി പതുക്കെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്.
മൊമെന്റം സ്പോട്ട് ചെയ്താൽ സ്പോട്ടിൽ അടിക്കാം. ഈ സോണിക്ക് എത്തണതിന് മുമ്പ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഓർഡർ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ സ്കാൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സോണാണ്. സ്ട്രക്ചർ അപ്സൈഡിലേക്ക് സ്ട്രക്ചർ ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് ആ ഒരു സോണിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സൽ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ബൈ സ്കാൽപ്പ് നോക്കാം ഇങ്ങോട്ട് എത്താണെങ്കിൽ. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മൊമെന്റ് നമുക്ക് സെല് ചെയ്ത് തന്നെ ഇരിക്കാം. പക്ഷേ മിക്കത് സോണിൽ തന്നെ കയറാനുള്ള ചാൻസസ് ഉണ്ട്. ബയേഴ്സ് ഇപ്പോഴും മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതുവരെ. സെല്ലേഴ്സിന്റെ വോളിയം ഒന്നും സ്പോട്ട് ചെയ്തിട്ടില്ല. 3 മിനിറ്റിൽ എഫക്സി ആയി. അല്ല അത് ബിയറിഷ് എൻഗൾഫിങ്. സെക്കൻഡ് 3 മിനിറ്റ്. ത്രീ മിനിറ്റിൽ ഒരു അങ്കുൾ കിട്ടിയിട്ടുണ്ടല്ലേ. അതിനെത്ര സ്റ്റോപ്പ് ലോസ്? 65 60. 3 മിനിറ്റ് ഒരു എൻഗൾഫിംഗ് ആണ്. പക്ഷെ ഇവിടെ നമുക്കൊരു 5 മിനിറ്റ് വോളിയം ഇപ്പോഴും ബയേഴ്സിന് അനുകൂലമാണ്. ബയേഴ്സ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ. ഈ ഒരു ലോനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ കൺഫേം ചെയ്യാം. 3 മിനിറ്റിൽ ട്രേഡ് പുഷ് ചെയ്യാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. $5 റിസ്കിൽ ഒരു ചെറിയ ട്രേഡ് ഉണ്ട്. ബട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് ഫീൽ ചെയ്യണില്ല ഇത്. ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് വേണം. 5:15 അതിന്റെ മുകളിലേക്ക് എവിടെയാണെങ്കിലും. അല്ലെങ്കിൽ നമുക്കൊരു വോളിയം കൺഫർമേഷൻ കിട്ടണം. വോളിയം കൺഫർമേഷൻ ലെറ്റ്സ് വെയിറ്റ്. ഇപ്പോൾ 1 അവറിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് എഫക്സി ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് 3 മിനിറ്റിൽ എടുത്താലും ചെറിയ സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. പക്ഷെ അത് അടിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. 5-നാണെന്ന് വെച്ചാൽ എന്നാലും വിശ്വസിക്കാം. സോണിൽ തന്നെ കിട്ടിയിട്ട് എടുത്താൽ മതി. സോണിൽ എത്തിയിട്ട് തന്നെ എടുത്താൽ മതി. അതാണ് നല്ലത്. അല്ലെങ്കിൽ 5 മിനിറ്റിൽ എന്തെങ്കിലും കാണിച്ചു തന്നിട്ട് 3യുടെ പിന്നാലെ പോകാൻ എനിക്കൊരു ധൈര്യമില്ല. 5-ൽ മൊമെന്റ് കിട്ടിയ ഡയറക്റ്റ് അടിച്ചു. ഒന്നും നോക്കണ്ട. ആ സ്റ്റോപ്പ് ലോസിൽ എന്തായാലും അടിക്കാം. അഞ്ചിന്റെ ഉള്ളിൽ
ഗവൺമെന്റിലൂടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അവിടെ ഫെയർ വാല്യൂ ഗാപ്പ് ഉണ്ട്, അവിടെ റിയാക്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു സോണിൽ തന്നെ കിട്ടണതായിരിക്കും ഒന്നുകൂടി നല്ലത്. അല്ലെങ്കിൽ 5 മിനിറ്റ് തന്നെ ക്ലിയർ മൊമെന്റ് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്നലെ എടുത്ത പോലെ ചെറിയ ലോട്ട് സൈസ് റിസ്കി സ്കാൽപ്പ് ചെയ്തു, ആ സ്കാൽപ്പിന്റെ എസ് എൽ അടിച്ചിട്ട് മേജർ സോണിൽ നിന്ന് ഹെവി ഫോളോ. അപ്പൊ നമുക്ക് ഇവിടെ റിസ്കി സ്കാൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രക്ചർ എങ്കിലും ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്തതിന്റെ റീട്രേസ്മെന്റിലാണെങ്കിലും നേരത്തെ കയറിയിരിക്കാം. പക്ഷെ ആ 1 മിനിറ്റിൽ പോലും അത് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാണ്ട് നമ്മ സെല്ല് നേരത്തെ കയറി ഇരുന്ന് കഴിഞ്ഞാല് ചിലപ്പോൾ നേരെ നമ്മുടെ സോണിൽ വരും. സോണിൽ നിന്നായിരിക്കും ചിലപ്പോൾ റിയാക്ഷൻ വരണേ. അപ്പോൾ ചാടി കയറി ഇരിക്കണ്ട, സേഫ്റ്റി കണ്ടിട്ട് കയറി ഇരുന്നാൽ മതി. വേറെ ഓ, ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ പോലെ സ്വീപ്പാണ് ചെയ്യണത്. ഇതും ഒരു 15 മിനിറ്റിൽ ഒരു മൊമെന്റം കിട്ടി കഴിഞ്ഞാൽ അടിയടാ. ഈ ഒരു സാധനം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം ഈ ഒരു ഹൈനെ അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു എൻഗുൾഫിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പടക്കാം. വേറെ പേഴ്സ് ഒന്നും നമുക്ക് ഇല്ല ഇപ്പൊ പറഞ്ഞില്ലേ. ന്യൂയോർക്ക് സെക്ഷന് ഇപ്പൊ ഓപ്പൺ ആവും. 4 മണി. ന്യൂയോർക്ക് സെക്ഷനിൽ എന്തായാലും ഒരു മൂവ്മെന്റ് ഉണ്ടാവും എന്തായാലും പ്രൈസ്. ബയ്യേഴ്സിന്റെ വോളി അവിടെ കാണുന്നുണ്ട്. സെല്ലേഴ്സിന്റെ വോളി അങ്ങ് കാരണം കാണില്ല. അപ്പൊ നമുക്ക് സോൺ തന്നെ വെയിറ്റ് ചെയ്യല ശരണം. നോ മോർ ഗ്രീഡി ട്രേഡ്സ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ 1 മിനിറ്റിൽ ഈ സ്ട്രക്ചർ ബ്രേക്ക് ആവണം, അല്ലെങ്കിൽ മോളിലേക്ക് കറക്റ്റ് നമ്മുടെ സോണിൽ ഇൻഡ്യൂസ് ചെയ്ത് റിവേഴ്സിൽ കാണണം. അതാണ് ബെസ്റ്റ് ഇൻഡിക്കേഷൻ. ഇത് രണ്ടും കണ്ടിട്ട് നമുക്ക് ട്രേഡ് നോക്കാം. ഇതൊരു എൻഗുൾഫിംഗ് ആയിട്ട് 5 മിനിറ്റ് ക്ലോസ് ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പ്രീവിയസ് ക്യാൻഡിലെ ഹൈനെ സ്വീപ്പ് ചെയ്തു, ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻഗുൾഫിംഗ് ഇതിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷെ 3 മിനിറ്റ് ഉണ്ട്. ക്യാൻഡിൽ ഹൈനെ എടുത്തിട്ടുണ്ട്. ഇനി ലോടെ താഴെ വന്നൊന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലോസ് പ്രൈസിൽ നിന്ന് തന്നെ ഒരു സെല്ല് നോക്കാം. പക്ഷേ ടാർഗറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്കിന്റെ അവിടെ വെച്ച് പാർഷ്യൽ അടിക്കേണ്ടി വരും. ലോട്ട് സൈസും ഹെവി ലോട്ട് സൈസ് അടിക്കാൻ പറ്റില്ല. ഹെവി ലോട്ട് സൈസ് ഒക്കെ നമ്മളെ മേജർ സോണിൽ നിന്ന് അടിക്കാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് ഇതൊരു എൻഗുൾഫ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സെല്ലേഴ്സിന്റെ വോളിയം പതുക്കെ പതുക്കെ കയറുന്നുണ്ട്. ഒറ്റയടിക്ക് പോലെ വലിയ സ്റ്റോപ്പ് ലൂസ് ആക്കല്ലേ. എൻഗുൾഫിങ്ങിന്റെ ഒപ്പം തന്നെ വീണോണ്ടിരിക്കുകയാണ്.
ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടില്ല. 1 മിനിറ്റിലെ നൈസ് സെറ്റപ്പാ. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, ലിക്വിഡിറ്റീനെ സ്വീപ്പ് ചെയ്യുന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു $3 റിസ്കിൽ ഒരു സ്കാൽപ്പ് കിട്ടും 1 മിനിറ്റ് വെച്ചിട്ട്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ 5 മിനിറ്റ് എന്തായാലും എൻഗുൾഫിംഗ് ആയിട്ട് ക്ലോസ് ആവും. 2 മിനിറ്റും കൂടി ഉണ്ട്. ഓക്കെ, ഈ 2 മിനിറ്റിൽ ഇത് എൻഗുൾഫ് ആയിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് ഈ ഒരു സോണിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. 1 മിനിറ്റിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് ഇതിപ്പോൾ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒരു സെൽ ഓർഡർ പുഷ് ചെയ്യാം. പക്ഷേ ലോട്ട് സൈസ് ഓവറാക്കരുത്. ലോട്ട് സൈസ് ഒരു മീഡിയം ലോട്ട് സൈസിൽ അടിക്കാൻ പറ്റുള്ളൂ. വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. അപ്പോൾ 5 മിനിറ്റ് ക്ലോസ് ആയ എത്ര സെക്കൻഡ് ഉണ്ടെന്ന്? 1 മിനിറ്റ്. ഇവിടെ ഒരു ലിമിറ്റ് ഇട്ടു കേട്ടോ. 1 മിനിറ്റിൽ ഈ ഒരു സോണിൽ 59.80 ഒരു ലിമിറ്റ് ഇട്ടിട്ട് ഒരു 64 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഓഫ്, ഇവിടെ റീട്രേസ്മെന്റ് ചെയ്യുന്നു. ഇപ്പോൾ ലിക്വിഡിറ്റി എടുത്തു, സ്വീപ്പ് ചെയ്തു. ഈ ഒരു സോണിൽ നിന്ന് നേരെ തടിയിലത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെ ഒരു ലിമിറ്റ് ഇട്ട് വെക്കാം. 40 സെക്കൻഡിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻഗുൾഫിംഗ് ആയിട്ടുണ്ട്. ആ എൻഗുൾഫിംഗിന്റെ ഒരു ഹാഫ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ട്രേഡ്. ചെറിയ റിസ്ക് വരുന്നുള്ളൂ. ഇവിടെ ഒരു ലിമിറ്റ് ഇട്ടോ കേട്ടാ. വലിയ ലോട്ട് സൈസ് അടിക്കരുത്. വലിയ ലോട്ട് സൈസ് ഇൻ കേസ് ഈ സോണിലേക്ക് വരാണെങ്കിൽ മാത്രം വലിയ ലോട്ട് സൈസ് അടിക്കുക. ആ സോണിന് മുമ്പുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നിന്നൊക്കെ ഒരു മീഡിയം ലോട്ട് സൈസ് മാത്രം. 5 മിനിറ്റ് എൻഗുൾഫായിട്ട് ക്ലോസ് ആയില്ലേ? 20 സെക്കൻഡ് കഴിഞ്ഞത് ക്ലോസ് ആവും. യെസ്, അതാ സോണിൽ നിന്ന് റിവേഴ്സിൽ അടിക്കണമെങ്കിൽ നമുക്ക് ആ നല്ല ലോട്ട് സൈസിലാണ് ആ ട്രേഡ് അങ്ങോട്ട് പുഷ് ചെയ്യായിരുന്നു. ഇപ്പോൾ 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, 1 മിനിറ്റിൽ ലിക്വിഡിറ്റി സ്വീപ്പ്, അതിന്റെ ഓർഡർ ബ്ലോക്ക്. യെസ്, എൻട്രി ഡിഗ്രി ആയിട്ടുണ്ട് ഗൈസ്. എന്റെ പൊന്നു, ഇതിപ്പോ തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടല്ലോ. സ്റ്റോപ്പ് ലോസിന്റെ പക്കത്ത് എത്തിയിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ റിവേഴ്സലായി വരും. ലിക്വിഡിറ്റി സ്വീപ്പിന്റെ ഓബിയാണ്. എന്തായാലും അവിടെ നിന്ന് ഒരു റിവേഴ്സൽ വരണം. മാർക്കറ്റിൽ വോളി എത്തിയിട്ടുണ്ട്. ലെറ്റ് സി. എന്തുട്ടാ നടക്കണേ? അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരും. എന്തായിരുന്നു? നല്ല സ്പീഡാണല്ലോ, അങ്ങോട്ട് പോയി ഇങ്ങോട്ടും വന്നു. അതെ, സ്റ്റോപ്പ് ലോസിന്റെ പക്കത്ത് നിന്നാണ് റിട്ടേൺ ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചു എൻട്രിയുടെ ഒപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. എന്തപ്പോ ഉണ്ടായേ?
ന്യൂ ഇയർ സെഷന്റെ മൂവ്മെന്റ്സുകൾ വന്നു തുടങ്ങി. ഇപ്പൊ നല്ല റിവേഴ്സൽ, നല്ല പുഷ് വരുന്നുണ്ട്. ബേസ് ഗൈസ്, ഈ ട്രേഡ് ബ്രേക്കിങ്ങിൽ എക്സിറ്റ് ചെയ്തോ ഗൈസ്? നമുക്ക് സപ്ലൈ തന്നെ നോക്കാം. ഈ ഒരു എൻട്രിയുടെ അവിടെ തന്നെ ഒന്ന് നൈസായിട്ട് എക്സിറ്റ് ചെയ്തോ. റിസ്ക് എടുക്കാൻ ഉള്ളവർ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചോ. ഞാൻ ഓൾറെഡി പേഴ്സണലി ഈ ഒരു ട്രേഡിൽ ഇപ്പോൾ ബ്രേക്കിങ്ങിൽ ഞാൻ കട്ട് ചെയ്യാണ്. ഇനി എന്തായാലും സപ്ലൈയിൽ നോക്കാനുള്ള പരിപാടി വേറെ ഒന്നുമല്ല. ഇവിടെ ഈ ഒരു ഈക്വൽ ഹൈസ് വരുന്നത് കുറച്ച് റിസ്കി മോഡാണ്. ഓക്കെ, 1 hour നല്ല സ്ട്രോങ് ആണ്. ഞാൻ പേഴ്സണലി ട്രേഡ് കട്ട് ചെയ്തു. റിസ്ക് എടുക്കണം, ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഓക്കെ ആണെന്നുള്ളവർക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ബട്ട് ഞാൻ എന്തായാലും ഈ ഒരു സോണിൽ നിന്ന് കിട്ടണമെങ്കിൽ എടുക്കണുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് അടിക്കാം. ഇതിപ്പോൾ ഈക്വൽ ഹൈസ് ഇവിടെ കുറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇത് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ എസ് എൽ അടിക്കേണ്ടി വരും. എസ് എൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു പുഷ് ചെയ്ത് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ പ്രൈസ് അവിടെ നിന്ന് കളിക്കണം. അപ്പം മിക്കതും ഈ ഒരു ഈക്വൽ ഹൈസിന് എടുക്കാൻ ചാൻസ് ഉണ്ട്. ആ ഈക്വൽ ഹൈസിന് മുകളിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും. അത് ഓ സേഫ്, അല്ലെങ്കിൽ ഇപ്പം എസ് എൽ അടിച്ചു തന്നെയായിരുന്നു. ആരെങ്കിലും എസ് എൽ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ? എക്സിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ accept ചെയ്യും. ഓ, പെർഫെക്റ്റ് എക്സിറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് സിമ്പിൾ ആകണ്ട. ഈ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തത് കുറച്ചും കൂടി ട്രിക്കി ആക്കി. നമുക്കിനി ആ മുകളിലത്തെ സോണിൽ തന്നെ നോക്കാം. എനിക്ക് തോന്നുന്നു സ്വീപ്പ് ആയി, 1 hourന്റെ ഹൈ സ്വീപ്പ് ആയി. യെസ്, 1 hourന്റെ ഹൈ എടുത്തിട്ടുണ്ട്. അതാ ഇതൊന്ന് രാവിലെ പ്ലാൻ വന്നത്. ചെയ്തോ? എന്തായിരുന്നു? രാവിലെ പ്ലാൻ ചെയ്ത ട്രേഡ് അത്. 1 hour ഹൈ സ്വീപ്പ് ആയി കഴിഞ്ഞാല് ആ, സെൽ ഓൾറെഡി എടുക്കാനല്ലേ? ആ ഓക്കെ ഓക്കെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ നോക്കാം. ലൈവിൽ കിട്ടുമോ? ഓക്കെ ഓക്കെ. ഞാൻ എന്തായാലും ഇനി ഈ ഒരു സോണിൽ നിന്ന് ഇനി ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ട്രേഡ് നോർമൽ ലോട്ട് സൈസ് ആയിരിക്കില്ല. കുറച്ച് അതായത് കൂടുതൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിനും നിങ്ങളുടെ ലോട്ട് സൈസ് തന്നെയായിട്ട് ഞാൻ പറയണം. ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ്, നമ്മളൊരു സേഫ് ലോട്ട് സൈസ് ഉണ്ടാവും നമുക്ക്, പിന്നെ ഒരു റിസ്കി ലോട്ട് സൈസ് ഉണ്ടാവും. അതിലെ ആ റിസ്കി ലോട്ട് സൈസിൽ കളിക്കാൻ പറ്റുന്ന സോണാണത്. പക്ഷെ കറക്റ്റ് എക്സിറ്റ് പോയിന്റ് ഉണ്ട്, കറക്റ്റ് രക്ഷപ്പെട്ടു. ഈ ഒരു പുഷിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ പ്രീവിയസ് ക്യാൻഡിൽ ലോഡ് അടിക്ക് വന്നിരുന്നെങ്കിൽ നമുക്കത് ഒന്നുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ വോളിയത്തിന്റെ കേസിൽ വലിയ വോളിയുള്ള മൂവ്മെന്റ് അല്ലേ നടക്കണത്. വോളിയം ഭയങ്കര കുറവാണ്. വോളിയം കയറി അതേപോലെ തന്നെ വോളിയം ഇറങ്ങി. എനിക്ക് തോന്നണം മിക്കതും ആ മുകളിലത്തെ സെൽ ലിമിറ്റുകൾ എക്സിക്യൂട്ട് ആവാനുള്ള പുഷായിരിക്കും ഇത്. ലെറ്റ്സ് വെയിറ്റ്. എന്തായാലും ഇത് കുറച്ച് മുകളിൽ കിട്ടണം. നിങ്ങൾ ഓൾറെഡി വേറെ ലിമിറ്റ് ഇട്ട് വെച്ചത് അതിന്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എവിടെയാണ്? എന്താണ് ഓൾറെഡി ലിമിറ്റ് ഇട്ട് വെച്ച അതിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ലിമിറ്റ് അല്ല, അത് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാല് മൂവ്മെന്റ് നോക്കിയിട്ട് എടുക്കാനാണ്. ആ, സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. 660 അല്ല 60 ഉണ്ടല്ലോ, 66 ഹൈ 1 hourന്റെ ഹൈ. ഓക്കെ ഓക്കെ ഓക്കെ.
ഉം, ഉം. ഇവിടുന്ന് മാർക്കറ്റ് പൊട്ടാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. എല്ലാ മാർക്കറ്റ് പൊട്ടാനുള്ള ഇൻഡിക്കേഷൻസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി അപ്പാവുന്നാണ് എനിക്ക് തോന്നണത്. ഒന്നും കൂടിയും പൊന്തിയിട്ട് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്ലസ് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്കിനെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഓർഡർ ബ്ലോക്കിനൊന്ന് ഞാൻ ഡാർക്ക് ചെയ്ത് വർക്കട്ടെ കറക്റ്റ് പ്രൈസ് എത്രയെന്ന് നോക്കാനായിട്ട്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടെ ഡയറക്റ്റ് അടിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇവിടെ മൊമെന്റ് നോക്കിയാൽ അടിച്ചാൽ മതി. മാർക്കറ്റിൽ ഇഷ്ടംപോലെ ലിക്വിഡിറ്റി ഈ സോണിൽ എടുക്കുന്നുണ്ട്. നല്ല ലിക്വിഡിറ്റി എടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മൊമെന്റ് തരാന്ന് വെച്ചാൽ എന്താ ഒരു ബിയേഴ്സിന്റെ പുഷ് നമ്മൾ കാണുമ്പോഴാണ് ആ മൊമെന്റ് കൺഫേം ആണ്. ആ മൊമെന്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ലിക്വിഡിറ്റി എടുക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ മൊമെന്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സോണിനെ സ്വീപ്പ് ചെയ്യാം. ഇവിടെ കുറച്ച് ലിക്വിഡിറ്റികൾ എടുക്കണുണ്ടോ ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഐസ് എടുക്കണേ. ഒറ്റ സ്വീപ്പ് ചെയ്ത് പൊട്ടി ബുന്നും പറഞ്ഞ് ഫോളോ ചെയ്യാം. പുതിയ ലോ തന്നെ തരാം. ഡയറക്റ്റ് എൻട്രി നമുക്ക് ഇവിടെ ലിമിറ്റ് ഇടാൻ പറ്റില്ല. ഉം. യൂറോ യു എസ് ടി എനക്കൊന്നും പറ്റിയിട്ടില്ല. സെയിം സോൺ. യു ഡി സി എച്ച് എഫ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആക്കിയിട്ടില്ല. ഇത് ഓൾറെഡി ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജി ബി പി സൈഡ് വൈസ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആയിട്ടില്ല. യു എസ് ടി കാർഡ് എൻട്രി ലിമിറ്റിലേക്ക് എത്തിയിട്ടില്ല. ഇതും സൈഡാണ്. ഓക്കെ, മാർക്കറ്റിൽ മൊത്തത്തിൽ വോളിയം എല്ലാ പേഴ്സിലും കൂടി വോളിയം ഭയങ്കര കുറവാണ്. വലിയ മൂവ്മെന്റുകൾ കാണിക്കുന്നില്ല ഒന്നിലും. പക്ഷെ ഗോൾഡിന്റെ ഈ ഒരു സോണിൽ ഒരു മൊമെന്റം വന്നു കഴിഞ്ഞാൽ മാക്സിമം ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ കണ്ണിൽ പെടാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഞാനിപ്പോ ഒന്ന് ഫുഡ് അടിക്കാൻ പുറത്തു പോകും. ആ സമയത്ത് കമ്പനി ഫോൺ ഉണ്ടാവും. അതാണ് പ്രശ്നം. ഉം, ഉം. One, two, 3 minute, 5 minute. ഇവിടെ 1 hour നമുക്കൊരു ബുള്ളിഷ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു പുഷായിട്ട് ഒരു 75-76 വേണമെങ്കിൽ പ്രൈസ് വരാം. ഈ ഒരു സോണിൽ ഫ്രീ ഉള്ളവരെല്ലാരും ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്തിട്ടോടാ. 5:15 എന്തൊരു ബിയറിഷിന്റെ മൊമെന്റ് കിട്ടി കഴിഞ്ഞാലും സെല് ചെയ്തോ. നല്ല ലെവലാണ് സെല് ചെയ്യാൻ. പക്ഷെ മൊമെന്റം കിട്ടിയാലോ എന്ന് വെച്ച് ട്രേഡ് എടുക്കാൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ ഫ്രീ ട്രയൽ യൂസ് ചെയ്തു. ഫ്രീ ട്രയൽ എല്ലാവരും യൂസ് ചെയ്തിരുന്നു 1 monthന്റെ. അതെന്താ അല്ല, ഫ്രീ ട്രയൽ? ട്രേഡിംഗ് വ്യൂവിന്റെ പ്രീമിയം നമുക്ക് 1 month ഫ്രീ ആയിട്ട് യൂസ് ചെയ്തൂടെ? ആ ആ സമയത്തൊക്കെ അത് ചെയ്യുന്നുണ്ട്. ചെയ്തിരുന്നു. അതിന്റെ ഓഫർ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ചെയ്തു. എന്നിട്ട് ആ FXCയുടെ ഇൻഡിക്കേറ്റർ അലേർട്ട് ഒന്ന് ഓൺ ആക്കി വെച്ചോ. നല്ലതാണ്. പിന്നെ എൻഗുൾഫിംഗ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻഗുൾഫിംഗിന്റെ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ കാണും. വെള്ളമുണ്ട്. എൻഗുൾഫിംഗ്, ബുള്ളിഷ്, ബിയറിഷ് ഇതിലും ഒന്ന് ജസ്റ്റ് അലേർട്ടുകൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നോളൂ. ആ സമയത്ത് മാത്രം ഇപ്പോൾ ഫോൺ എടുത്താൽ മതിയല്ല. ആ, അതാകുമ്പോൾ കുറെ മിസ്സായി പോവില്ല. എന്തായാലും 1 month ഫ്രീ ഉണ്ടാവും. അങ്ങനെ ആ 1 month ഫ്രീ വെച്ചിട്ട് ഇതേപോലെ അലേർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം 50 dirhams കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു എസെൻഷ്യൽ പ്ലാൻ എടുക്കണമായിരിക്കും ബെറ്റർ. ഡയറക്റ്റ് ആരും സെല് ചെയ്യണ്ടടാ. ബയ്യേഴ്സ് മാർക്കറ്റിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ബയ്യേഴ്സ് തന്നെയാണ് മേജർ ആയിട്ട് നിൽക്കണേ. ഒന്നുകൂടി പ്രൈസിനൊന്ന് പുഷ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബയ്യേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ, ബയ്യേഴ്സ് ഉണ്ട്. ഗൈസ്, ഞാൻ ലൈവിൽ നിന്ന് ഇറങ്ങുകയാണ്. പ്രജിത്ത് ഇപ്പൊ കയറും. ഓക്കെ, ഈ ഒരു സോൺ എന്തായാലും വാച്ച് ചെയ്ത് വെച്ചോ. പ്രീമിയം എന്തെങ്കിലും ഉള്ളവർ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിന്റെ അലേർട്ട് യൂസ് ചെയ്തോ. അപ്പൊ മൊമെന്റ് കണ്ടു കഴിഞ്ഞാൽ മിസ്സായി പോകണ്ട. നോട്ടിഫിക്കേഷനിൽ തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ. ഓക്കെ. ഓക്കെ.